പരിണയം. പാവം, എന്നിട്ടെന്താ, ജീവനോടെയും ചത്തു. എത്രയെത്ര. അവൻ ഭ്രാന്തനെ പോലെ അത് പറയുമ്പോൾ ശ്രീ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവനിൽ നിന്ന് ഇത്ര വലിയ ഒരു ക്രൂരത അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്റെ ഒരു രക്ഷകനുണ്ടായിരുന്നല്ലോ, നിന്റെ തന്ത. എൻ്റെ അമ്മയെ ആ പെണ്ണിന് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ നോക്കിയതാ. അതാണല്ലോ വീണ കൊലക്കേസ്. അല്ലാതെ ഇതൊന്നും എനിക്ക് ആദ്യത്തെ സംഭവമൊന്നുമല്ലടി. എനിക്കിട്ട് പണിയാൻ വന്നിട്ടിപ്പം എന്തായി? ഫോട്ടോയിൽ ചുരുമരിൽ തൂങ്ങിയില്ലേ? അതുകൊണ്ടാണ് നീ അടങ്ങി ഒതുങ്ങി എൻ്റെ ഇഷ്ടത്തിന് നിന്നാൽ നിനക്കായിരിക്കും നല്ലത്. അവൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ അവളുടെ ഹൃദയം തകർന്നുപോയി. ഒരു നിമിഷം തൻ്റെ അച്ഛന് അറ്റാക്ക് വന്ന സ്വാഭാവികമായി തന്നെയാണോ എന്നവൾ ചിന്തിച്ചുപോയി. അതിനുറക്കെയുള്ള ഒരു ചിരിയായിരുന്നു അവൻ്റെ മറുപടി. ആ ചിരി കേട്ടപ്പോൾ തന്നെ അതൊരു മനുഷ്യൻ്റെ ചിരിയല്ല എന്ന് അവൾക്ക് തോന്നി. ഇതിനിടയിൽ അവൻ്റെ പിടിയൊന്നയഞ്ഞപ്പോൾ ശ്രീ അവനെ തള്ളിമാറ്റി വാതിലിനടുത്തേക്ക് ഓടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ തള്ളലിൽ അവനൊന്ന് പാളിപ്പോയെങ്കിലും അവൻ്റെ കൈ അവളുടെ നീളമുള്ള മുടിയിൽ തന്നെ മുറുക്കി പിടിച്ചിരുന്നു. കുറേ നേരമായി നിന്നോട് അടങ്ങാൻ പറയുന്നു. നീ എത്ര ശ്രമിച്ചാലും ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. വേദന കൊണ്ട് അവൾ പിടഞ്ഞു. തല പൊട്ടുന്ന വേദനയിലും അവന് കൊടുക്കില്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. നിന്റെ ഈ കുതറൽ ഒക്കെ അണയാൻ പോകുന്ന തീയുടെ അവസാനത്തെ ആളിക്കത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല ഭിത്തിയിലേക്ക് ശക്തമായി ഇടിച്ചു. ആ വീട്ടിൽ അവളുടെ നിലവിളി ഉയർന്നു. 4 ചുമരുകളിൽ തട്ടി അത് പ്രതിധ്വനിച്ചു. പരിക്കേറ്റ് അവൾ ബോധരഹിതയായി നിലത്തേക്ക് വീണു. നിലത്ത് ബോധം മറിഞ്ഞു കിടക്കുന്ന അവളെ നോക്കി അവൻ ക്രൂരമായ ഭാവത്തിൽ നിന്നു. അവളോട് മോശമായി പെരുമാറാൻ അടുത്ത നിമിഷം തന്നെ അവൻ ശ്രമിച്ചതും ആരോ പിന്നിൽ നിന്നും അവനെ ചവിട്ടി നിലത്തേക്ക് തള്ളിയിട്ടിരുന്നു. സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൾക്കൊന്നും വരരുതേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു. അവളുടെ മുഖത്തെ പരുക്കുകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എടാ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കേസ് ഉറപ്പാണ്. പോലീസൊക്കെ ആകും. നമുക്ക് തൽക്കാലം അങ്കിളിനെ വിളിച്ചാലോ? അതൊന്നും വേണ്ട സൂര്യ, അച്ഛന് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതാ. ഇനി ഒരു ടെൻഷൻ കൂടി താങ്ങില്ല. നമുക്ക് തന്നെ എത്തിക്കാം. ഒരു കാര്യം ചെയ്യ്, സുരഭി ക്ലിനിക്കിലുണ്ടല്ലോ, ഒന്ന് വിളിച്ച് ചോദിക്കേ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ, നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുവാണെന്നും. അത് കേട്ട് സൂര്യ ഫോണെടുത്ത് ബാലുവിന് നൽകി. അവരുടെ കാറിന് പിറകെ തന്നെ ബുള്ളറ്റിൽ ജിത്തുവും രോഹിത്തും ഉണ്ടായിരുന്നു. കുറച്ച് മുൻപ് കണ്ട കാഴ്ചയിൽ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. അവർ എപ്പോഴേക്കും ക്ലിനിക്കിൽ സുരഭി എത്തിയിരുന്നു. പിൻ സീറ്റിൽ നിന്ന് അവൾ ഇറങ്ങുമ്പോൾ കണ്ടത് കാഴ്ചയിൽ സുരഭി ഒന്ന് ഞെട്ടി. അവൻ്റെ കയ്യിലും ഷട്ടിലുമെല്ലാം രക്തം. അയ്യോ, ഇതെന്താ പറ്റിയേ? ചേച്ചി, എനിക്കൊന്നുമില്ല, കഥ പറയാൻ ഇപ്പം സമയം ഒട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം ബാക്ക് ഡോറ് തുറന്ന് അതിൽ നിന്നും ശ്രീയെ കോരിയെടുത്തു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ സുരഭി ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ മഹാദേവ, ഞാൻ എന്താ ഈ കാണുന്നത്? എടാ, വേഗം കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോവാ. ശ്രീ അകത്തേക്ക് കൊണ്ടുപോയി. സുരഭിയും നേഴ്സുമാരും ചേർന്ന് ചികിത്സ തുടങ്ങി. പുറത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു റിച്ചുവും സൂര്യനും. 2 പേരുടെയും വിറ ഇതുവരെ മാറിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് അനുഭവിച്ച ടെൻഷൻ പറഞ്ഞാൽ തീരുന്നതായിരുന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ റിച്ചു തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഓർത്തെടുത്തു. ടെറസിലിരുന്ന് സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യയുടെ ഫോൺ വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ 2 അനിയത്തി കുട്ടികളാണ് ഭാഗ്യയും ധന്യയും. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ കോൾ എടുത്തു. ഹലോ, എന്താണ് ഭാഗ്യദേവതേ ഈ സമയത്ത് വിളിച്ചത്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ മറുവശത്തു നിന്ന് കേട്ട കരച്ചിലായിരുന്നു. കരച്ചിലിനിടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, വ്യക്തമായി മനസ്സിലായില്ല. എന്താ മോളെ കരയാതെ? എന്താ കാര്യം പറ്റിയേ? എന്താ മോനെ? അവൻ്റെ ശബ്ദത്തിൽ ഒരേട്ടൻ്റെ ആദ്യം നിറഞ്ഞു. റിച്ചേട്ടാ, ഒന്ന് ചേച്ചി അടുത്തേക്ക് ചെല്ലൂ പ്ലീസ്. എന്താ ഉണ്ടായത് പറ. രാജീവ് കൊച്ചച്ഛനെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഗിരിയേട്ടൻ നല്ല മൂഡിലല്ല. ചേച്ചി ഒറ്റയ്ക്കാണ് വീട്ടിൽ. എനിക്ക് പേടിയാവുന്നു. ഒന്ന് ചെല്ലാമോ ഏട്ടാ?
അവളുടെ ശബ്ദത്തിലെ വിറയലും ടെൻഷനും റിച്ചു ശ്രദ്ധിച്ചു. നീ കരയേണ്ട കുഞ്ഞെ, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ കസിൻസിൻ്റെ വീട്ടിലാണ്. ഒരു 20 മിനിറ്റിനുള്ളിൽ ഞാൻ ചേച്ചിയുടെ അടുത്തെത്താം. നിങ്ങൾ രണ്ടുപേരും കരയാതിരിക്കുക കേട്ടോ. അവരെ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ എന്തോ ഒരു അപായ സൂചന തോന്നി. ഗിരീഷിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കല്യാണ സമയത്തും അതിനുശേഷവും അവൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ശ്രീ പാവമാണ്, ഒത്തിരി സഹിക്കുന്ന കുട്ടിയാണ്. ആ ചിന്ത വന്നതോടെ അവൻ ആരോടും ഒന്നും പറയാതെ ബൈക്കെടുത്ത് അവിടേക്ക് പാഞ്ഞു. വീട്ടുമുറ്റത്ത് ബൈക്ക് നിർത്തിയപ്പോൾ തന്നെ അകത്തു നിന്ന് ശ്രീയുടെ നിലവിളി പോലെ എന്തോ കേൾക്കാമായിരുന്നു. പിന്നെ അവൻ്റെ കാലുകൾ അങ്ങോട്ട് പാഞ്ഞു. മനസ്സിൽ കാരണമില്ലാത്ത ഒരു ഭയം വല്ലാതെ പിടികൂടി. മുൻവശത്തെ വാതിലിൽ ഒന്ന് ആഞ്ഞു തള്ളിയപ്പോൾ തന്നെ അത് തുറന്നു. അകത്ത് കണ്ട കാഴ്ച റിച്ചു ഒരു നിമിഷം മരവിച്ച് നിന്നുപോയി. ശ്രീ അവശയായി നിലത്ത് കിടക്കുന്നു. ഗിരി അവളോട് അതിക്രൂരമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പിന്നെ ഒന്നും ആലോചിക്കാൻ റിച്ചുവിന് സമയമുണ്ടായിരുന്നില്ല. അവളെ രക്ഷിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവൻ പിന്നിൽ നിന്ന് ഗിരിയെ ശക്തമായി തള്ളി നിലത്തേക്ക് വീഴ്ത്തി. ഗിരി നിലം പതിച്ചപ്പോൾ തന്നെ ശ്രീയുടെ അവസ്ഥ കൂടുതൽ വ്യക്തമായി. അവളുടെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു. മുഖത്ത് പരിക്കേറ്റ് അവശയായിരിക്കുന്നു. ആ കാഴ്ച കാണുന്തോറും റിച്ചുവിൻ്റെ ഉള്ളിൽ ദേഷ്യം ആളിക്കത്തി. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ആ പെൺകുട്ടി എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും എന്നോർത്തപ്പോൾ അവന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. വീണ്ടും ഉപദ്രവിക്കാൻ വന്ന ഗിരിയെ അവൻ തടഞ്ഞു. ശ്രീ അവിടെ കിടക്കുന്നു എന്ന കാര്യം പോലും ആ നിമിഷം മറന്നുപോയി. ഗിരിക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. അവനെ തടഞ്ഞു നിർത്തുന്നതിനിടയിലാണ് ഫോൺ ശബ്ദിച്ചത്. താഴെ വീണ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സൂര്യനാണ്. അവൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ടതും ഞങ്ങളിപ്പോൾ തന്നെ വരാം എന്ന സൂര്യ ഉറപ്പു നൽകി. അവർ വരുന്നതിനു മുൻപേ ശ്രീയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അതിനായി അവളെ ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചു. അവൻ അവളെ എടുത്തുകൊണ്ട് പുറത്തേക്കോടി. അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറന്ന് സുരഭി പുറത്തേക്ക് വന്നത്. മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരുപോലെ ഉണ്ടായിരുന്നു. റിച്ചു, പറ, ആരാ അവളോട് ഈ ക്രൂരത കാണിച്ചത്? അതാരാണെങ്കിലും അവനെ വെറുതെ വിടരുത്. ദേഹമാസകലം പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ പാടുകൾ വ്യക്തമാണ്. ഞാനും ഒരു പെണ്ണാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ പെടുന്നതിൻ്റെ മാനസിക വേദന എനിക്ക് നന്നായി മനസ്സിലാകും. അതിൻ്റെ കൂടെ ഈ ശാരീരിക വേദനയും. എൻ്റെ ഈശ്വര, അവൾ എങ്ങനെ സഹിച്ചു ഇതെല്ലാം? ചേച്ചി, ഗിരീഷ് രാജീവൻ. സൂര്യൻ ആ പേര് പറയുമ്പോൾ സുരഭിയുടെ മുഖത്ത് വെറുപ്പും ദേഷ്യവും ഒരുമിച്ച് വന്നു. ആ മനുഷ്യനെ, അവനെയും അവൻ്റെ അമ്മയെയും എനിക്ക് നന്നായി അറിയാം. കല്യാണ സമയത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്നിട്ട് അച്ഛൻ മരിച്ച ദിവസങ്ങളായിട്ടും ആ തീരാ ദുഃഖത്തിൽ നിൽക്കുന്ന പെണ്ണിനോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ അവനൊരു മനുഷ്യനല്ല. ചേച്ചി, അവൾക്ക് എങ്ങനെയുണ്ടിപ്പോൾ? ഏറെ നേരത്തെ മൗനത്തിന് ശേഷം റിച്ചുവാണ് ചോദിച്ചത്. അത് പറയാൻ മറന്നു സൂര്യ. അടിയന്തരമായി B- ബ്ലഡ് വേണം. ഒത്തിരി രക്തം നഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് ദിവസമായി അവൾ ശരിക്കും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. ബ്ലഡ് ഞാൻ നോക്കാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. പിന്നെന്തോ ഓർത്തെന്ന പോലെ തിരിച്ചു ചോദിച്ചു, അല്ല, തലയിലെ മുറിവ്? അത് പുറമേയുള്ള മുറിവ് മാത്രമാണ്, ആഴമില്ല, ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ കഴുത്തിലും മുഖത്തുമൊക്കെ അവൻ ഉപദ്രവിച്ചവൻ്റെ പാടുകളാണ്. ആ കാഴ്ച കണ്ടാൽ ആർക്കും ദേഷ്യം വരും. ആ പാവം നല്ലപോലെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ സൂചനകളുണ്ട്. ഇടത് കൈക്ക് നല്ല വേദനയും നീരുമുണ്ട്. പിടിച്ച് തിരിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. സുരഭിയുടെ വാക്കുകൾ കേൾക്കും തോറും റിച്ചുവിൻ്റെ ഉള്ളിലെ ദേഷ്യം വീണ്ടും കത്തിക്കയറുകയായിരുന്നു. അവന് കൊടുത്തിട്ടുണ്ട് ചേച്ചി ഞാൻ. ആ കടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ അവൻ കുറച്ച് സമയമെടുക്കും. ഇനിയൊരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാൻ അവൻ തോന്നുക പോലും ചെയ്യില്ല. ക്ലിനിക്കിൻ്റെ ഉള്ളിൽ ശ്രീയും ഇപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. പുറത്ത് 3 പേരും അവൾ ഉണരുന്നതും കാത്ത് പ്രതീക്ഷയോടെയിരുന്നു. താൻ ടെൻഷനാകണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇനി ഒന്നും ആലോചിക്കണ്ട, ഉറങ്ങിക്കോ. റിച്ചു അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറയുമ്പോൾ എന്തോ ആ വാക്കുകൾ ആ സമയം അവൾക്കും വലിയ ആശ്വാസം തന്നെയായിരുന്നു. ഒരാൾ തനിക്ക് കാവലായി ഉണ്ടെന്നുള്ള ആശ്വാസം അതൊക്കെ മതിയായിരുന്നു അവൾക്കും. പിന്നെ അധികം നേരമൊന്നും വേണ്ടി വന്നിരുന്നില്ല. അവൾ വേഗം തന്നെ ഉറക്കത്തിലേക്ക് വഴുതുകയും ചെയ്തു. അവൻ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇറങ്ങാൻ നേരവും അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. തലയിലെ വലിയ കെട്ടും മുഖത്ത് അവിടെ ഇവിടെയായി രക്തം പൊടിഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഇടത് കൈ ഒടിഞ്ഞിരിക്കുന്നു.
ആകെ വാടിത്തളർന്നു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ എന്തോ മനസ്സിന് ഒരു വല്ലാത്ത വേദനയാണ് അവന് തോന്നിയത്. അവൻ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടു സുരഭിയും ബാലുവും സൂര്യനും എല്ലാവരും കൂടി ഇരിക്കുന്നത്. അവനും അവർക്കരികിലേക്ക് നടന്നു. ആ ബെഞ്ചിലായിരുന്നു. സുരഭി, ഇനി എന്താ? അത്ര മാത്രമേ അവൻ ചോദിച്ചുള്ളൂ. അതിനപ്പോൾ തന്നെ പെണ്ണിൻ്റെ മുഖമങ്ങ് മാറിക്കഴിഞ്ഞിരുന്നു. ആഹാ, നീ കൊള്ളാലോ. നിന്റെ ഭാര്യയുടെ അവസ്ഥ നീ ഇപ്പോൾ നേരിൽ കണ്ടതല്ലേ, എന്നിട്ട് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവൾ ഇരുന്നിടത്തു നിന്നും ഒന്ന് എഴുന്നേറ്റുകൊണ്ട് അത് പറഞ്ഞു. റിച്ചു അപ്പോഴും മൗനം തന്നെയാണ്. നിന്റെ വായിലെന്താ പൂച്ച പറ്റി കിടക്കുന്നു? ബാലു അത് ചോദിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറയുന്നുണ്ട്. അവൻ മിണ്ടുന്നില്ല. അവൻ ഇനി ഒന്നും മിണ്ടില്ല ബാലു. അവൻ അതിനെ വേണ്ട, അത്ര തന്നെ കാര്യം. പിന്നെ അതിന് മാറാൻ ഒരു ജോഡി ഡ്രസ്സ് വേണം. ഇപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ അടുത്തുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അത്രയും പറഞ്ഞുകൊണ്ട് സുരഭി ക്യാബിനിലേക്ക് തന്നെ നടന്നു നീങ്ങി. പിന്നീട് അവിടെ ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ഓരോരോ സീറ്റിലായി അങ്ങനെ ഇരുന്നു. ഗീതയും ശേഖരനും രാജീവിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് മലർക്കെ തുറന്നു കിടക്കുന്ന വാതിലാണ്. അസ്ത്രീകരം, എന്ത് കണ്ടിട്ടാണ് പാതിരാത്രിക്ക് വാതിലും തുറന്ന് മലർത്തി ഇട്ടേക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കും ശേഖര, അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കട്ടെ. രാജീവൻ രംഗം ശാന്തമാക്കാൻ വേണ്ടി പറയുമ്പോഴും ഗീതയുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നു പോയിരുന്നു. അവൾ ഓടിപ്പോയോ എന്ന് പോലും അവർ ചിന്തിച്ചു. അതെങ്ങനെയാ അളിയ, ഈ പാതിരാത്രി ഇങ്ങനെ വാതിലും തുറന്നിട്ട് കടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കയറിയാൽ പോലും അറിയില്ല. ഈ അസത്തിന് കുട്ടിക്കളിയാണോ ഇതൊക്കെ? ശേഖരൻ്റെ ശബ്ദം വല്ലാതങ്ങ് കനത്തു. അകത്തു നിന്ന് ഒരു ഞെരക്കവും മൂളലും അപ്പോഴാണ് 3 പേരും കേൾക്കുന്നത്. അതാരാ അകത്ത്? ശേഖരൻ വേഗം അവിടേക്ക് ചുവട് വെച്ചു. ഗീതയും രാജീവും പേടിയോടെയാണ് അങ്ങോട്ടേക്ക് നടന്നത്. ഇനി എന്താ അവിടെ നടന്നതെന്ന് അറിയില്ല. അവളെ എങ്ങാനും ചാവാറായി കാണുമോ? അയ്യോ മോനെ ഗിരി, എൻ്റെ പൊന്നു മോനെ, നിന്നോടാരാടാ ഈ ചതി ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഗീത നെഞ്ചത്തടിച്ചു കരയാൻ തുടങ്ങി. രാജീവിൻ്റെ അവസ്ഥയും വിഭിന്നമായിരുന്നില്ല. ആ കാഴ്ച കണ്ട് 3 പേരും വല്ലാതെ പതറിപ്പോയിരുന്നു. ആരോ ശരിക്കും അവനെ പെരുമാറി എന്ന് ശേഖരനും മനസ്സിലായി. എന്നാൽ ഉത്തരം പറയാൻ അവൻ്റെ നാവ് പൊങ്ങില്ല. തൊണ്ടക്കുഴിയിൽ അതുപോലെയാണ് ഒരു പരാക്രമങ്ങൾ നടന്നത്. അതിൻ്റേതായ വേദനയുണ്ട്. രാജീവേട്ട, നമ്മുടെ മോൻ. ശേഖര, എൻ്റെ മോനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. അതും പറഞ്ഞ് വീണ്ടും പറഞ്ഞു തുടങ്ങി അവർ. ഗിരിയെ അവർ 3 പേരും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആരും അവളെപ്പറ്റി ചിന്തിച്ചു പോലുമില്ല. അവൾക്കെന്താ അവിടെ സംഭവിച്ചെന്നോ ആർക്കും അറിയേണ്ട. ഗിരിയുടെ അവസ്ഥ അത് മാത്രമായിരുന്നു അവർക്ക് ആ നിമിഷം വലുത്. ഹോസ്പിറ്റലിലെത്തി പുറത്തു കാത്തു നിൽക്കുമ്പോഴും അകത്തെ മുറിയിൽ നിന്നും ഗിരിയുടെ വലിയ വായിലുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു. ഗീതയ്ക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി ഗിരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സ്ത്രീയാണെന്ന്. അവളെ കൊല്ലാനുള്ള ദേഷ്യവും പകയും അവരിൽ നിറഞ്ഞു. എങ്ങനെയും വീട്ടിലെത്തി അവളെക്കൊണ്ട് ഇതിനുള്ള മറുപടി പറയിക്കാനുള്ള ദേഷ്യവും പകയുമായിരുന്നു അവരുടെ മനസ്സിൽ നിറയെ. ഏറെ നേരത്തിന് ശേഷം ഗിരിയെ റൂമിലേക്ക് മാറ്റിയത്. അവൻ്റെ ദേഹത്ത് പാച്ച് വർക്ക് കണ്ട് 3 പേരും ഒന്ന് ഞെട്ടി. വലതുകൈ ഒടിഞ്ഞ പരുവത്തിലാണ്. കൂടാതെ ശരീരം മൊത്തം ചതഞ്ഞിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പണിക്കുറ്റം മാറ്റി പുറത്തിറങ്ങാൻ സമയം കുറച്ചാകും. വേദനയും കരച്ചിലും അപ്പോഴും അവനിൽ നിലനിൽക്കുന്നു. പരിണയത്തിൻ്റെ ബാക്കി ഭാഗം അറിയുവാൻ കാത്തിരിക്കുക. എൻ്റെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സ്റ്റോറി ഞാൻ നോക്കുമ്പോൾ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ലൈക്കും കമൻറ്റും മാത്രമില്ല. കാണുന്നവർ അതും കൂടെ ഒന്ന് എഴുതിക്കൂ. ഇനി എൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു തന്നാൽ അടുത്ത പാർട്ടിൽ ഞാൻ അത് പരിഹരിക്കുന്നതായിരിക്കും. താങ്ക് യു.